ഹലോ, വയനാട് പോയിട്ടുള്ള എത്ര പേര് സ്ഥലം ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ വയനാട് ചുരത്തിന് ഒരു കഥയുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. നമ്മൾ വയനാട് ചുരം വഴി കയറി വരുമ്പോൾ മുകളിലായിട്ട് വലിയൊരു പ്രതിമയും തൊട്ടപ്പുറത്ത് ഒരു മരത്തിൽ വലിയ ചങ്ങലയും ബന്ധിപ്പിച്ചിരിക്കുന്നത് കാണാം. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അതിനു മുമ്പ് ഈ പ്രതിമ ആരുടേതാണെന്ന് ഞാൻ പറയാം. പണ്ട് വയനാട്ടിലെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരു മൂപ്പന്റെ പ്രതിമയാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് കരിന്തണ്ടൻ എന്നാണ്. പണ്ട് ബ്രിട്ടീഷുകാർക്ക് വയനാട്ടിലേക്കുള്ള ചുരംവഴി കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ആ സമയത്ത് ഈ മൂപ്പനാണ് ഇവർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തതെന്ന് പറയപ്പെടുന്നു. പിന്നീട് ഇദ്ദേഹത്തിന്റെ പേരിൽ ഈ വഴി പ്രശസ്തി നേടാതിരിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ വഞ്ചിച്ചു കൊന്നു എന്നും പറയപ്പെടുന്നു. പിൽക്കാലത്ത് ഇവിടെ ധാരാളം വണ്ടികൾ മറിയുകയും ധാരാളം അപകട മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തു. അപ്പോഴൊക്കെയും അവിടുത്തെ നാട്ടുകാരെ വിശ്വസിച്ചിരുന്നത് കരിന്തണ്ടന്റെ ആത്മാവാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന്റെ ആത്മാവ് അവിടെ ചുറ്റിത്തിരിയുന്നുണ്ടെന്നുമാണ്. അങ്ങനെ അവിടുത്തെ നാട്ടുകാർ അദ്ദേഹത്തിന്റെ ആത്മാവിന് ശാന്തി കിട്ടുന്നതിന് വേണ്ടി ആത്മാവിനെ ആവാഹിച്ച് അവിടുത്തെ ചങ്ങലയിൽ ബന്ധിപ്പിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോഴും അതുവഴി പോകുന്ന പലരും അവിടെ ഇറങ്ങി കുറച്ച് സമയം ചെലവഴിച്ചിട്ടാണ് പോകാറ്.